ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ ലേൺ ഇംഗ്ലീഷ് വിത്ത് ലിജിത. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിലെ ഒരു ബേസിക് ടോപ്പിക്കാണ്. വാട്ട് ഈസ് എ സെൻറ്റൻസ്? അപ്പോൾ നോക്കിയാലോ നമുക്ക്. റെഡി അല്ലേ? ഓക്കെ, എന്താണ് ഒരു സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ? ശ്രദ്ധിക്കൂ. ഇൻ ഇംഗ്ലീഷ് ഗ്രാമർ, എ സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ഗീവ്സ് എ കംപ്ലീറ്റ് മീനിങ്. അതായത് പൂർണ്ണമായ അർത്ഥം നൽകുന്ന വാക്കുകളുടെ കൂട്ടത്തെയാണ് നമ്മളൊരു സെൻറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ അതിൽ എന്തുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്? എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, ഒരു കൂട്ടം വാക്കുകൾ ഉണ്ടായിരിക്കണം. ഇനി വെറുതെ ഒരു കൂട്ടം വാക്കുകൾ ഉണ്ടായാൽ അതിനൊരു സെൻറ്റൻസ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ആ ഒരു കൂട്ടം വാക്കുകൾക്ക് എന്ത് വേണമെന്നാണ് പറയുന്നത്? എ കംപ്ലീറ്റ് മീനിങ്, പൂർണ്ണമായ അർത്ഥവും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അതിനൊരു സെൻറ്റൻസ് ആണ് എന്ന് പറയാനായിട്ട് സാധിക്കൂ. അപ്പോൾ എന്താണ് ഒരു സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ? എ സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ഗീവ്സ് എ കംപ്ലീറ്റ് മീനിങ്. റെഡി അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ. ദ ബോയ് പ്ലേസ് ഫുട്ബോൾ. ആൺകുട്ടി ഫുട്ബോൾ കളിക്കുന്നു. പൂർണ്ണമായ അർത്ഥം കിട്ടുന്നുണ്ടല്ലേ? കിട്ടുന്നുണ്ടല്ലേ? അപ്പോൾ ഇതൊരു സെൻറ്റൻസ് ആണ്. മനസ്സിലായില്ലേ? ഈ ഒരു സെൻറ്റൻസിൽ എന്തൊക്കെയുണ്ട്? സബ്ജക്റ്റ് ഉണ്ട്. ഏതാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്? ദ ബോയ്. അടുത്ത് വേർബ് ഉണ്ട് അല്ലേ? വേർബ് ഏതാണ് പറയുന്നത്? പ്ലേസ്. അതേപോലെ തന്നെ ഒബ്ജക്റ്റ് ഉണ്ട്. ഒബ്ജക്റ്റ് ഏതാണ്? ഫുട്ബോൾ. അപ്പോൾ ഇതിന് ഒരു സ്ട്രക്ചറും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്, ഇതിന് കംപ്ലീറ്റ് മീനിങ്ങും ഉണ്ട്. ഇതൊരു സെൻറ്റൻസ് ആണ്. മനസ്സിലായല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കിയാലോ. റെഡി അല്ലേ? ഓക്കെ. ദ ബോയ് കിക്സ് ദ ബോൾ. ദ ബോയ് കിക്സ് ദ ബോൾ എന്നാണ് പറഞ്ഞത്. എന്താണ് കിക്ക് എന്ന് പറഞ്ഞാൽ? എന്താണ്? കാല് കൊണ്ട് പന്ത് തട്ടുന്നതിനെയാണല്ലേ കിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആൺകുട്ടി പന്ത് എന്ത് ചെയ്യുന്നു? തട്ടുന്നു എന്നാ പറയുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? കംപ്ലീറ്റ് മീനിങ് ഇല്ലേ? ഉണ്ട്. ഇതിൽ സബ്ജക്റ്റ് ആയിട്ട് വന്നത് ഏതാണ്? ദ ബോയ്. വേർബ് ഏതാണ്? കിക്സ്. ഒബ്ജക്റ്റ് ഏതാണ്? ഫുഡ്. സെന്റൻസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്തൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ. ദ ബോയ് പ്ലേയിങ് ഫുട്ബോൾ. ദ ബോയ് പ്ലേയിങ് ഫുട്ബോൾ. ഇതൊരു സെന്റൻസ് ആണോ അല്ലയോ? ഒന്ന് നോക്കിക്കേ. ഒരു കൂട്ടം വാക്കുകളൊക്കെ അതിലെന്തായാലും ഉണ്ട്. ഇനി അതിന് കംപ്ലീറ്റ് മീനിങ് ഉണ്ടോ ഇല്ലയോ എന്നാണ് നോക്കേണ്ടത് അല്ലേ? അപ്പോൾ ഉണ്ടോ? ഇതൊരു സെന്റൻസ് ആണോ? കിട്ടിയിട്ടുണ്ടാവും അല്ലേ നിങ്ങൾക്ക്? ഓക്കെ, നമുക്ക് നോക്കാം. ദ ബോയ് പ്ലേയിങ് ഫുട്ബോൾ. ഇറ്റ് ഈസ് നോട്ട് എ കംപ്ലീറ്റ് സെന്റൻസ് ബിക്കോസ് ഇറ്റ് ഡസൻ ഗീവ് എ കംപ്ലീറ്റ് മീനിങ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും വൈ, എന്തുകൊണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് ഇതൊരു പൂർണ്ണമായ സെന്റൻസ് അല്ല, അല്ലെങ്കിൽ പൂർണ്ണമായ അർത്ഥം കിട്ടുന്നില്ല എന്ന് പറയാൻ കാരണം എന്താണ് എന്ന് ചോദിക്കും. അപ്പോൾ ശ്രദ്ധിച്ചു നോക്കിയേ. ദിസ് ഷോസ് ആൻ ആക്ഷൻ ഹാപ്പനിങ് നൗ. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, ബട്ട് ഇറ്റ് ഈസ് മിസ്സിംഗ് ദ ഹെൽപ്പിംഗ് വേർബ് ഈസ്, സോ ഇറ്റ് ഫീൽസ് ഇൻകംപ്ലീറ്റ്. അപ്പോൾ മനസ്സിലായോ എന്തുകൊണ്ടാണ് അത് ഇൻകംപ്ലീറ്റ് ആണ് എന്ന് പറയാൻ കാരണം എന്താണെന്ന്? അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതായത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അല്ലേ? അപ്പോൾ ഇതിൽ ING ഫോം അതായത് ING ഫോം ഓഫ് ദി വേർബ് ആണ് പ്ലേയിങ് എന്നുള്ളതാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ ഓക്സിലറി വേർബ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ് ആയിട്ടുള്ള ഈസ് എന്നുള്ളത് ആഡ് ചെയ്താൽ മാത്രമേ അതിന് പൂർണ്ണമായ അർത്ഥം കിട്ടുകയുള്ളൂ. അതായത് നോക്കിക്കേ, ദ ബോയ് പ്ലേയിങ് ഫുട്ബോൾ, ഈ ഒരു സെന്റൻസിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദ ബോയ് ആണ് അല്ലേ? പൂർണ്ണം ക്ലിയർ ആയല്ലോ? അത് ദ ബോയ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. അപ്പോൾ അതിൽ വേർബ് ആയിട്ട് വന്നിട്ടുള്ളത് ഏതാണ്? പ്ലേയിങ് എന്നായിരുന്നു വന്നത്. ING ഫോം ഓഫ് ദി വേർബ് ആണ് വന്നത്. അവിടെയാണ് അത് ഇൻകംപ്ലീറ്റ് ആണ് എന്ന് പറയാൻ കാരണം അല്ലേ? അപ്പോൾ പ്ലേയിങ് എന്ന് വരുമ്പോൾ എന്താണ്? അതിന്റെ തൊട്ട് മുന്നിൽ എന്ത് വേണം? ഓക്സിലറി വേർബ് വേണം അല്ലേ? ദ ബോയ് എന്നുള്ള സിംഗുലർ സബ്ജക്റ്റ് ആയതിനാൽ നമുക്ക് അവിടെ ഓക്സിലറി വേർബ് ആയിട്ടുള്ള ഈസ് എന്നുള്ളത് അവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈസ് പ്ലേയിങ് എന്നാകുമ്പോൾ അത് കംപ്ലീറ്റ് ആയി അല്ലേ? മറ്റെങ്കിൽ വെറും പ്ലേയിങ് മാത്രമാകുമ്പോൾ അതെന്തായിരുന്നു? ഇൻകംപ്ലീറ്റ് ആയിരുന്നു. പക്ഷേ എന്താണ്? ഈസ് പ്ലേയിങ് എന്ന് പറയുമ്പോൾ അത് കംപ്ലീറ്റ് വേർബ് ആണ്. പിന്നെ ഒബ്ജക്റ്റ് ഉണ്ട്. ഒബ്ജക്റ്റ് ഏതായിരുന്നു? ഫുട്ബോൾ ആണ്. അപ്പോൾ ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതിന്റെ കറക്റ്റ് ഫോം എന്തായിരിക്കും? ദ ബോയ് ഈസ് പ്ലേയിങ് ഫുട്ബോൾ. ദ ബോയ് ഈസ് പ്ലേയിങ് ഫുട്ബോൾ എന്നുള്ളതാണ് അല്ലേ? അതായത് ആൺകുട്ടി ഫുട്ബോൾ കളിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ്. ഇപ്പോൾ പൂർണ്ണമായ അർത്ഥം കിട്ടിയില്ലേ? അപ്പോൾ ഒരു സെന്റൻസ് ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പഠിച്ചത് എന്താണ്? വാട്ട് ഈസ് എ സെന്റൻസ് അല്ലെ? വാട്ട് ഈസ് എ സെന്റൻസ് എന്നുള്ളതാണ് പഠിച്ചത്. എന്താണ് ഒരു സെന്റൻസ് എന്നുള്ളത്? അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ? ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പഠിക്കാം ഒരു സെന്റൻസിനെ എത്ര ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്, അത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഒരു സെന്റൻസിൽ എന്തെല്ലാം ഉണ്ടായിരിക്കണം, ഇതൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, so if you like this video, please like, share and subscribe to my channel Learn English with Lijda. Thank you.